ഹലോ 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 ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അതെ, ഇന്നലെ ഉണ്ടായ ഒരു അത്യുഗ്രമായ ഒരു ഭൂചലനത്തിൽ ഇവിടെ തിരുവല്ല മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിന്റെ ഭാഗത്ത് ഒരു ഇത്രയും ഭാഗമായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് നമ്മൾ. അവിടെ നിന്ന് ഒരു പണിക്കാരൻ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെല്ലാം ഇവിടെ കാണുന്നത്. റിക്ടർ സ്കെയിലിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഭാസ്കറിന്റെ സ്കെയിലിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 ഭൂചലനം രേഖപ്പെടുത്തിയ ഇവിടെ നിൽക്കാൻ സാധ്യമല്ല. ഇവിടുത്തെ അതിൽ കൂടി എന്തെങ്കിലും വീഴുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. ഇവിടുത്തെ ബീഹാറിൽ നിന്നും വന്ന സ്പെഷ്യൽ പണിക്കാരനോട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഹലോ ബീഹാർ പണിക്കാരാ, എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അവിടെ മണ്ണിടിഞ്ഞതാണ്. എവിടെ മണ്ണിടിച്ചപ്പോഴാണോ കല്ലുപോലെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ? ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഞങ്ങള് പണിക്കാര് ഇത് പറയുകയാണെങ്കിൽ ആ ഒരു ഏരിയയില് മണ്ണ് താഴോട്ട് പോയി. നേരത്തെ മണ്ണായിരുന്നു താങ്കൾ പറയുന്നത്? മണ്ണല്ല, ഇവിടെ കണ്ടാണ്, അവിടെ കല്ലാണ്. ഇവിടെ കണ്ടായിരുന്നു, അവിടെ കല്ലായിരുന്നു. അതിന്റെ അപ്പുറത്ത് മണ്ണായിരുന്നു. അപ്പൊ ഈ മണ്ണ് കുറച്ച് താഴ്ന്നു പോയി. പോയപ്പോ ആ ഏരിയയിലെ കുറച്ച് ഭാഗം ഇങ്ങനെ വിണ്ട് കയറി. അവിടെ മണ്ണും കല്ലും എല്ലാം മാറുന്നപ്പോൾ ഈ പണിക്കാരൻ വെറുതെ ഇവിടത്തെ കല്ലും മണ്ണും എല്ലാം എന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോൾ ഈ ഏരിയയിൽ നിന്നും കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇത് കെട്ടിവെച്ച എന്തിനാണ്? ഏത് കെട്ടിവെച്ചാണ് താങ്കൾ ചോദിക്കുന്നത്? ആ കെട്ടിവെച്ചെല്ലാം അവിടെ ഒടിഞ്ഞിരിക്കുന്നത് താങ്കൾക്കും കാണാം, എനിക്കും കാണാം. താങ്കളുടെ തലയിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല, ഇത് മൊത്തം പൊളിച്ചിട്ട് ഞങ്ങൾ വേറെ പണിയാൻ പോവാ. വേറെ നിങ്ങൾ പണിയാ? താങ്കൾ ഒരു പണിക്കാരൻ കൂടി ചേർത്ത് ഇതെല്ലാം പൊളിച്ചിട്ട് വേറെ പണിക്കാമെന്നാണ് താങ്കൾ പറഞ്ഞത്. ഇതിനോട് കുറച്ച് പണിക്കാർ അപ്പുറത്തുണ്ട്. കുറച്ച് പണിക്കാർ അപ്പുറത്തുണ്ട് താങ്കൾ വിചാരിക്കുന്നുണ്ട്. അവിടെ ആരുമില്ല. അങ്ങനെ ലൈൻ കട്ടായിരിക്കുകയാണ്. അങ്ങനെ ഈ പണിക്കാരെ കുറിച്ച് ചോദിച്ചൊന്നും അറിയാതില്ല. കഞ്ചാവിലാണെന്ന് തോന്നുന്നു, ഒന്നും കൂടുതൽ പറയുന്നില്ല. പുഷ്പരി ന്യൂസിന് വേണ്ടി നിർമ്മൽ.